ഒരു ചെറിയ ഗ്രാമത്തിനടുത്ത് ഒരു വലിയ വനമുണ്ടായിരുന്നു. അലക്സ എന്ന് പറയുന്ന ഒരു കുട്ടി തൻ്റെ അമ്മയെ അന്വേഷിച്ച് വനത്തിലേക്ക് കടക്കുന്നു. പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കാണുന്നത്. ഹായ്, അപ്പോൾ ആദ്യം ഗൂഗിൾ എടുക്കുക. ഓക്കെ, ഗൂഗിളിൽ നമ്മൾ മോർഫ് സ്റ്റുഡിയോ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കാണുന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവർ പറയും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട്, അതായത് ജിമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറയും. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അതിൽ ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പേരൊക്കെ കൊടുക്കാം. നമുക്ക് ലാൻഡ്സ്കേപ്പ് വേണോ, പോർട്ടബിൾ ആയിട്ടുള്ള സ്ക്രീൻ വേണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരാം. ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഐഡിയ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് 1 പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് വീഡിയോസ് വരും. ഓക്കെ, ഇല്ലാത്ത പക്ഷം നമുക്കൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജാണ് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇമേജസ് നമ്മുടെ ഗാലറിയിൽ പോയി അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിൽ പ്രോംപ്റ്റ് എന്താണോ വേണ്ടതെന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്താൽ AI അത് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഞാൻ അവസാനം കാണിച്ചു തരാം. ഞാനിപ്പോൾ പ്രോജക്റ്റ് 1, 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രോജക്റ്റ് 1 ഞാൻ ഒരു ഇൻപുട്ട് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. എനിക്കൊരു കാർഡ് വേണം. ആ കാർഡിൽ സൂര്യപ്രകാശം വരണം. ആ കാർഡൊന്ന് മോഷൻ ആവണം, അതായത് നനങ്ങണം. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഇട്ടിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ കാണുന്ന പോലെ തന്നെ ടെക്സ്റ്റ് ടു വീഡിയോ മൂവ് അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ക്യാമറ ഏത് ആംഗിളിലാണ് നമ്മൾക്ക് ആ ഒരു വിഷ്വൽ കാണിക്കേണ്ടതെന്നാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടം, സൈഡിൽ വേണോ, സ്റ്റാറ്റിക് വേണോ, സൂം ഔട്ട് സൂം ഇൻ വേണോ എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. വീഡിയോയുടെ ഡ്യൂറേഷൻ നോക്കുക. അപ്പോൾ ഞാൻ 5 സെക്കൻഡാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മോഷൻ പറഞ്ഞാൽ എത്ര സ്പീഡിൽ അനങ്ങണം എന്നാണ്. ഞാൻ 6 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ സ്റ്റാർ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ 3 വീഡിയോ ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇനി എക്സ്പോർട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടോപ്പിൽ, അതായത് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ചോദിക്കും ആ സെലക്ട് എന്നുള്ളതിൽ കൊടുത്താൽ എല്ലാതും എക്സ്പോർട്ട് ആവണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡൗൺലോഡിലേക്ക് ഈ 3 ക്ലിപ്പുകളും ഡൗൺലോഡായി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ AI വെച്ച് ജനറേറ്റ് ചെയ്ത വീഡിയോസ് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് വന്നോ എന്ന് നോക്കാം. ഓക്കെ, ശേഷം നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഇതുപോലെ ഒരു മോഷൻ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ ഇമേജൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോംപ്റ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് നമ്മുടെ ഒരു ഇമേജ് വീഡിയോ ആയിട്ട് വരേണ്ടതെന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ സ്റ്റാർ ഐക്കണിൽ എല്ലാ പ്രോസസ്സിന് ശേഷം സ്റ്റാർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, AI കണ്ടൻ്റ് ആയിട്ട് ഞാൻ ഇനിയും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ പ്രീമിയർ പ്രോ ഒന്നില്ലാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട. AI നമുക്ക് ഫ്രീ ആയിട്ടുള്ളതുപോലത്തെ ടൂൾസുകൾ കുറേ തന്നിട്ടുണ്ട്. ഞാൻ എല്ലാം എൻ്റെ ചാനലിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.